കുറേ നിയമപോരാട്ടം നടത്തിയ ശേഷമാണ് ഇത്തരമൊരു ദൃശ്യങ്ങൾ ലഭ്യമായത്. എങ്ങനെയായിരുന്നു പോലീസിൻ്റെ സമീപനം? എന്തായിരുന്നു? എന്താണ് ശരിക്കും അന്ന് താങ്കളെ കസ്റ്റഡി എടുക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? അത് ഇവിടെ നമ്മുടെ ഈ തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ കുറച്ച് 2 പേര് എന്തോ പ്രശ്നം ഉണ്ടാക്കി. നമുക്കറിയില്ല കാര്യങ്ങൾ എന്താണെന്നുള്ളത്, ഇപ്പോഴും അറിയില്ല. ഇവരെ പിടിച്ചു കൊണ്ടുപോയിരുന്നു പോലീസ്. അപ്പോൾ പിടിച്ചുകൊണ്ടുപോകുന്ന സമയത്ത് ഇവർ രാത്രി സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇവർ കിടന്ന് രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ വൈഫ് വിളിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇതെന്താ സംഭവം എന്ന് അന്വേഷിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഞാൻ അവിടെ പോയി നിന്ന്, ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ വൈഫുണ്ടായിരുന്നു. ഞങ്ങളവിടെ നിന്ന് ഈ സിറ്റുവേഷൻ കണ്ടപ്പോൾ പോലീസുകാർ പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കരുത്, ആവശ്യമില്ല, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞു. ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഞങ്ങൾ ഇപ്പുറത്തെ റോഡിലേക്ക് മാറി നിന്ന് റോഡിൽ നിന്നിട്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ എടുത്തത് അവർക്ക് എന്തോ ഈഗോ പ്രശ്നമായി മാറിയെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പേരിൽ പിറ്റേ ദിവസം നമ്മളെന്നെ FIR പോലും ഇടാണ്ട് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. കട്ടവനെ കിട്ടിയില്ലേ കിട്ടിയവനെ പിടിക്കണ പോലീസ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുള്ളൂ. ഇപ്പം കണ്ടു ആ മനുഷ്യൻ അവിടെ വന്ന് എന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ചാടി അയാളുടെ പേര് കേസ് കൊടുത്തു. അതിൻ്റെ ഭാര്യേനും തല്ലി, ഗർഭിണിയായിരുന്നു. ഇവനൊക്കെ ഒരു മനസാക്ഷിയില്ല എന്നുള്ളതാണ്. പോലീസ് ഗുണ്ടകൾ, പോലീസിൻ്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് സിനിമയിലൊക്കെ മുദ്രാവാക്യങ്ങൾ ഇടിച്ച് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഇവന്മാർ ശരിക്കും കണ്ടു പോലീസ് ഗുണ്ടകൾ. ഇതുമാതിലുള്ള പോലീസ് ഗുണ്ടകൾ ഒതുക്കിയേ തീരൂ. അവർക്കുള്ള നീതി കിട്ടിയേ തീരൂ. കാരണം ഒരു ഗർഭിണിയായൊരു സ്ത്രീയെയാണ് അവരാ ഉപദ്രവിച്ചിരിക്കുന്നത്. ഇവരുടെയൊക്കെ വീട്ടിൽ ഭാര്യയൊക്കെ ഗർഭിണിയായിരിക്കുമല്ലോ. പെങ്ങളോ ഗർഭിണിയായിരുന്നപ്പോൾ എല്ലാവരും ഉപദ്രവിക്കണേണ്ട നിങ്ങൾക്ക് സഹിക്കുമോ? സഹിക്കില്ല. ഇത്ര ആളെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചു വിടണം. സസ്പെൻഷൻ പോരാ, സർവീസ് തന്നെ പിരിച്ചു വിടണം. സസ്പെൻഷൻ കഴിഞ്ഞാലും കുറേ നാൾ കഴിയുമ്പോൾ ഇവന്മാർ തന്നെ കയറും. അപ്പോൾ പിരിച്ചു വിടുക മറ്റുള്ള ആളുകൾക്ക് ഇതൊരു പാഠമായിരിക്കണം പോലീസുകാർക്ക്.